കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഇന്ന് ജീവിതത്തിന് വിടുതലായി, ജീവിത നിലവാരങ്ങൾക്ക് വിടുതലായി, കുടുംബത്തിന് ആശ്വാസവും വെളിച്ചമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19 അധ്യായം 21 വാക്യം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടെ കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് നമ്മോട് ആഴമായി ഇടപെടുന്ന ചില ദൂതുകൾ ഇന്നത് ഹൃദയത്തെ തൊടുവാൻ ഇടയാകട്ടെ. പൗലോസിൻ്റെ ആഗ്രഹമാണ് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. വഴി അറിയുന്നത് കൊണ്ടല്ല, പ്രാപ്തിയുള്ളത് കൊണ്ടല്ല, ആരോഗ്യമുള്ളത് കൊണ്ടല്ല, ജീവിതത്തിൻ്റെ നിലവാരങ്ങളിൽ കാണണമെന്ന് നിശ്ചയിച്ചത് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. അത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള അകമഴിഞ്ഞ വിശ്വാസത്തിൻ്റെ ഉറപ്പാ. പൗലോസ് ആ ഹൃദയത്തിൽ നിന്ന് ഉരുവിട്ട ആ വാക്കുകൾ, അവിടെ ചെന്ന ശേഷം എനിക്ക് റോമയും കാണണം എന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി ഈ ദൂത് പകരുക. ഹൃദയത്തിൽ ഇപ്രകാരം ചില ആഗ്രഹങ്ങളില്ലേ? നമ്മുടെ ജീവിതത്തിൽ യോഗ്യത കണ്ടല്ല, നമ്മുടെ പ്രാപ്തി കണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസമോ സമ്പത്തോ ഒന്നും കണ്ടല്ല, ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട്, അത് കർത്താവിനാൽ കഴിയുമെന്ന ആഴമേറിയ ഉറപ്പ്, അത് നിമിത്തം ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നില്ലേ? ആ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിലില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തവും ആഴമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്നവനാ നമ്മുടെ ദൈവം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിയാക്കുന്നവനാ നമ്മുടെ ദൈവം. പല വാഗ്ദത്തങ്ങളും പൂവണിയാൻ കാരണമായത് ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആഗ്രഹങ്ങളാണ്. പല ജീവിതത്തിൻ്റെ മേഖലകളിൽ വഴികൾ തുറക്കുവാൻ ജീവിതത്തെ ഉത്സാഹിപ്പിക്കുകയും ആ മേഖലകളിലേക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമായി തീരുന്നത്, മനോഭാവങ്ങൾ തിരിക്കുവാൻ കാരണമായി തീരുന്നത് ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങളാണ്. ചില ആഗ്രഹങ്ങൾ ദൈവം തന്നെ വയ്ക്കുന്നതാ. പരിശുദ്ധാത്മാവ് തന്നെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ഇന്ന് ആഴമായി ചില കുടുംബങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. അമ്മേ, അത് പ്രാപിക്കുവാനുള്ള ശക്തിയില്ല, അത് നേടിയെടുക്കുവാനുള്ള സമ്പത്തില്ല, അത് ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള ആരോഗ്യത്തിൻ്റെ മേഖലകളില്ല. എങ്കിലും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരാഗ്രഹം, അത് ദൈവത്തെ നോക്കി, ദൈവത്തെ ദർശിച്ചുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ആ കാര്യം നടപ്പിൽ വരുത്തുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പാദപീഠത്തിൽ പാദാന്തികത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തോ. ഹൃദയത്തിലെ ആഗ്രഹത്തെ ജീവിതത്തിൽ അത് കാണും. പൗലോസ് പറഞ്ഞു, എനിക്ക് റോമയും കാണണം. ഇന്ന് വചനം ശക്തവും ആഴമായി പരിശുദ്ധാത്മാവ് ദൂതിടപെടുന്നു. എനിക്ക് കാണണം എൻ്റെ തലമുറയുടെ വിവാഹം, എനിക്ക് കാണണം തലമുറയുടെ നന്മ, എനിക്ക് കാണണം ആ രാജ്യം, എനിക്ക് കാണണം എൻ്റെ
ജീവിതത്തിൽ ദൈവം തരാൻ പോകുന്ന ആ വീട്, ഇങ്ങനെ ദൈവത്തിൻ്റെ പൈതലെ കാണണം എന്ന് ആഗ്രഹിച്ചത് കാണാൻ പോവാ. കാണണമെന്ന് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിർണയിച്ചിരിക്കുന്നത് അത് കാണാൻ പോവാ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. ഇന്ന് പകൽ ദൂത് ആഴത്തിൽ വിശ്വസിച്ചോ, ആഴമായി ഏറ്റെടുത്തോ. കാണണമെന്ന് ആഗ്രഹിച്ചതൊക്കെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കാണാൻ പോകുക. ഈ ദിവസങ്ങളിൽ അത് കാണാൻ പോവുക. ഈ മാസം അത് കാണാൻ പോവുക. അങ്ങനെ തന്നെ ദൂത് ഏറ്റെടുത്തോ. ഈ ദിവസങ്ങളിൽ അത് ഞാൻ കാണും, എൻ്റെ കണ്ണാൽ ഞാൻ അത് ദർശിക്കും എന്നാഴമായൊരു ഉറപ്പ് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകരുക. അപ്പോസ്തല പ്രവൃത്തി 28-16 വരുമ്പോൾ വചനം പറയുന്നു, റോമയിൽ എത്തിയ ശേഷം ഇന്ന് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ദൂത് പറയുന്നു. ആലയം നിറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അഭിഷക്തനെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തു. ആലയം ജനം കൊണ്ട്, ആത്മാക്കളെ കൊണ്ട് ദൈവം നിറയ്ക്കും. കാണാൻ ആഗ്രഹിക്കുകയല്ലേ? ദൈവം അങ്ങനെ തന്നെ ചെയ്തു തരുമെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. വചനം വ്യക്തമാക്കുന്നു. റോമയിൽ എത്തിയ ശേഷം പൗലോസ് പറഞ്ഞു, എനിക്ക് റോമയിൽ കാണണമെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്നു, റോമയിൽ എത്തിയ ശേഷം. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ! ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തി എത്ര വലുതാ! ഭക്തൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ ദൂത് എഴുതി വിട്ടോ, ഈ വചനം ഹൃദയത്തിൽ കുറിച്ചിട്ടോ. അതുപോലെ തന്നെ നടക്കാൻ പോവുക, അതുപോലെ തന്നെ സംഭവിക്കാൻ പോവുക. കർത്താവ് ചെയ്യും, ദൈവം അനുഗ്രഹിക്കും, ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ ഒരത്ഭുത ദൈവപ്രവൃത്തി കാണുവാൻ ആഗ്രഹിച്ച നന്മ ഈ മാസം കാണുക, ഈ ദിവസങ്ങളിൽ കാണുക. ദൈവം ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അത്ഭുതമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഓരോ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.